റഹ്മത്തുള്ള ആത്മീയ മണ്ഡലത്തിൽ തിളങ്ങി നിന്ന താരകമാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരികയാണ്. പ്രായാധിക്യം കാരണം ഊന്നുവടി കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത്. വുളൂഅെടുത്തു പള്ളിയിലേക്ക് കയറി നമസ്കരിക്കുന്നതിന് മുമ്പ് ആ വടി പള്ളിയുടെ ചുമരിൽ ചാരിവെച്ചു. ബഹുമാനപ്പെട്ടവർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ആ നമസ്കാരത്തിൽ മുഴുകുന്നു. ഇതിനിടയിൽ ആ വടി താഴെ വീഴുകയും തൊട്ടടുത്ത് ചാരിവെക്കപ്പെട്ടിരുന്ന മറ്റൊരു വടിയുടെ മേലേക്ക് പതിക്കുകയും ചെയ്തു. രണ്ട് വടികളും താഴേക്ക് വീണു. ബഹുമാനപ്പെട്ടവർ നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഊന്നുവടി താഴെ കിടക്കുന്നതാണ് കണ്ടത്. ആ താഴെ കിടക്കുന്ന വടി ബഹുമാനപ്പെട്ടവർ എടുത്തിട്ട് പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളുടെ വടി മറ്റൊരു വടിയിലേക്ക് വീഴുകയും ആ വടിയുടെ ഉടമസ്ഥൻ കുനിഞ്ഞ് ആ വടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല ആകെ ദുഃഖിതനായി, ഞാൻ കാരണം ഒരാൾ കുനിയേണ്ടി വന്നോ, ഞാൻ കാരണം ഒരാൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നോ. ബഹുമാനപ്പെട്ടവർ ആ മനുഷ്യൻ്റെ മേൽവിലാസം അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ പേരിൽ ഒരു കണക്കും ബാക്കിയാകരുത് എന്ന ചിന്തയോടുകൂടി നോക്കൂ, തൻ്റേതല്ലാത്ത കാരണത്താൽ തൻ്റെ ഊന്നുവടി മറ്റൊരാളുടെ വടിയിലേക്ക് പതിഞ്ഞ പേരിൽ ആ വടിയെടുക്കാൻ മറ്റൊരു മനുഷ്യൻ കുനിഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായോ എന്ന് വിചാരിച്ച് മാപ്പ് ചോദിച്ച മഹാന്മാർ. ദിനേന നാം എത്രയോ ആളുകളെ പ്രയാസപ്പെടുത്താറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്. നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കുക.